നമസ്കാരം. ഈശ്വരാനുഗ്രഹമുള്ള വീടുകളിൽ മാത്രം വളരുന്ന ഒരു സസ്യം അഥവാ ദിവ്യ സസ്യമാണ് തുളസി. ഇതിനാൽ ഏത് വീടുകളിൽ തുളസി വളരുന്നുവോ അവിടെ നെഗറ്റീവായ ശക്തികൾ പ്രവേശിക്കില്ല എന്നുള്ളതാണ്. ഇതിനാൽ വീട്ടിൽ നെഗറ്റീവായ ശക്തിയുടെ സാന്നിധ്യം ഉണ്ടാകുമ്പോൾ തന്നെ ചില സൂചനകൾ തുളസി നൽകുന്നതുമാണ്. യാതൊരു വിധത്തിലും അതായത് ഈ ലക്ഷണങ്ങൾ നിങ്ങൾ കാണുകയാണ് എങ്കിൽ അതൊരിക്കലും നിങ്ങൾ ഗൗനിക്കാതിരിക്കരുത് എന്നതാണ് വാസ്തവം. അകാരണമായി ചില കാര്യങ്ങൾ തുളസിയുമായി ബന്ധപ്പെട്ട് സംഭവിക്കും എന്നുള്ളതാണ്. അതേക്കുറിച്ച് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. ഏവരും ഒരു നിമിഷം സാക്ഷാൽ മഹാലക്ഷ്മി ദേവിയെ വന്ദിക്കുക. ഓ മഹാലക്ഷ്മിയെ നമ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അകാരണമായി തുളസി ചെടികൾ പെട്ടെന്ന് അല്ലെങ്കിൽ തുളസിയിലുള്ള ഇലകൾ വാടി താഴെ വീഴുന്നതായ സാഹചര്യം, അതായത് നിങ്ങൾക്ക് ആവശ്യത്തിന് തുളസി ഇല ലഭിക്കാത്തതായ സാഹചര്യം ഉണ്ടാകും. തുളസി ഇല വാടി താഴെ വീഴുന്നു എന്നുള്ളതാണ്. തുളസി ഉണങ്ങാൻ തുടങ്ങുന്നതായ സാഹചര്യം, നന്നായി വളർന്നു വന്നിരുന്നതായ തുളസി പെട്ടെന്ന് തന്നെ ഉണങ്ങാൻ തുടങ്ങുന്നതായി സംഭവിക്കുന്നു അല്ലെങ്കിൽ അത്തരത്തിൽ ആരംഭിക്കുന്നു എങ്കിൽ അത് ശുഭകരമല്ല എന്നുള്ളതാണ് വാസ്തവം. വാടാൻ തുടങ്ങുന്നതായ സാഹചര്യമുണ്ട് എങ്കിൽ, അതായത് തുളസി പെട്ടെന്ന് വാടിപ്പോകുന്നതായ സാഹചര്യം, ഇപ്രകാരം നിങ്ങൾക്ക് വീടുകളിൽ സംഭവിക്കുന്നു എങ്കിൽ അത് ശുഭകരമായ ഒരു സൂചനയല്ല. ദൃഷ്ടിദോഷം, നെഗറ്റീവ് ഊർജമുള്ള വീടുകളിൽ ഉടനെ സാമ്പത്തികപരമായ കാര്യങ്ങൾ അഥവാ ഇത്തരം കാര്യങ്ങൾ വീടുകളിലുണ്ട് എന്നും അതിനാൽ ആ വീടുകളിൽ പല വിധത്തിലും നഷ്ടങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. അത് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത കാര്യവുമായി ബന്ധപ്പെട്ടാകാം, അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്നതായ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമല്ലാതെ ഇരിക്കുന്നതായ സാഹചര്യം, ജീവിതത്തിൽ ഉടനെ തന്നെ ഒരു ദൗർഭാഗ്യം സംഭവിക്കാൻ പോകുന്നു എന്ന വ്യക്തമായ സൂചനയാണ് ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കുക. തുളസി വാടുന്നത് കൊണ്ടല്ല അല്ലെങ്കിൽ ഉണങ്ങുന്നത് കൊണ്ടല്ല ഇപ്രകാരം സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. മറിച്ച് മറ്റ് കാരണങ്ങളാലാണ് ഇത്തരത്തിൽ സംഭവിക്കുന്നത് എന്നുള്ളതാകുന്നു. നിങ്ങളുടെ വീട്ടിൽ ദൗർഭാഗ്യം നൽകുന്നതായ ശക്തിയുണ്ട് എന്ന സൂചനയാണ് ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കുന്നത്. ഇങ്ങനെ വരാൻ പോകുന്ന സാമ്പത്തികപരമായ നഷ്ടത്തെയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ദോഷകരമായി ബാധിക്കുന്നതായ നഷ്ടത്തിന്റെ ഒരു സൂചനയായി തന്നെ പരാമർശിക്കാം. ഇപ്രകാരം കാണുകയാണ് എങ്കിൽ ഇന്ന് അല്ലെങ്കിൽ നാളെ ആയിരിക്കില്ല ഈ കാര്യങ്ങൾ സംഭവിക്കുക. ക്രമേണ ഇത്തരത്തിൽ കാര്യങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വരും എന്നുള്ളതാകുന്നു. സാമ്പത്തികപരമായ പ്രശ്നങ്ങളായിരിക്കാം സംഭവിക്കുക, അതായത് സാമ്പത്തിക ആവശ്യങ്ങൾ വർദ്ധിക്കുന്നതായ സാഹചര്യം, അപ്രതീക്ഷിതമായി പലവിധ ചെലവുകൾ ജീവിതത്തിലേക്ക് വന്നു ചേരുകയും സാമ്പത്തിക ശക്തി തന്നെ അല്ലെങ്കിൽ സാമ്പത്തികപരമായ ഉന്നതി തന്നെ നഷ്ടമാകുന്നതായ സാഹചര്യം, ഒന്നിനും പണം തികയാത്തതായ അവസ്ഥ, കടം നിങ്ങൾക്ക് വാങ്ങേണ്ടതായ സാഹചര്യം ഉടലെടുക്കാം. കടം വരാൻ പോകുന്നു എന്ന സൂചനയും ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കുന്നതാണ്. ലക്ഷ്മി ദേവിയാണ് തുളസിയിലൂടെ അഥവാ ലക്ഷ്മി ദേവിയുടെ കടാക്ഷമാണ് തുളസിയിലൂടെ ഏവർക്കും ലഭിക്കുക. അതിനാൽ ആ ഐശ്വര്യമാണ് നിങ്ങൾക്ക് നഷ്ടമാകുന്നത് എന്നുള്ളതാകുന്നു. തുളസി ദേവിക്ക് അഥവാ മഹാലക്ഷ്മി ദേവിക്ക് ആ വീട്ടിൽ വസിക്കുവാൻ സാധിക്കാത്ത വിധം ചില കാര്യങ്ങൾ ആ വീടുകളിലുണ്ട് എന്നും അർത്ഥമാക്കുവാൻ സാധിക്കും. അത്തരത്തിൽ ചില ദുഷ്ശക്തികളുടെ സാന്നിധ്യം നിങ്ങളുടെ വീടുകളിലുണ്ട് എന്നുള്ളതാണ്. അതിനാൽ തന്നെ നിങ്ങൾ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. തുളസി ദോഷത്താൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ അഥവാ ഇത്തരത്തിലുള്ള കാര്യങ്ങളാൽ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, രോഗദുരിതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു എന്ന സൂചന തന്നെയാകുന്നു. ആത്മീയപരമായി നോക്കുന്നതായ അവസരത്തിൽ വരാൻ പോകുന്ന ദുഃഖങ്ങൾ അല്ലെങ്കിൽ ഈശ്വരാധീനം നിങ്ങൾക്ക് നഷ്ടമായി, ഭാഗ്യം നഷ്ടമായി എന്നും അർത്ഥമാക്കുവാൻ സാധിക്കും. അതായത് വരാൻ പോകുന്ന ചില ദോഷകരമായ കാര്യങ്ങളുടെ സൂചനയും ഈശ്വരാധീനം നിങ്ങളുടെ ജീവിതത്തിൽ കുറയുന്നു എന്ന സൂചനയും ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കും. ഇപ്രകാരം നിങ്ങൾ വീടുകളിൽ കാണുകയാണ് എങ്കിൽ, ഈ ലക്ഷണങ്ങൾ പ്രകടമാവുകയാണ് എങ്കിൽ ഉടനെ ചെയ്യേണ്ടതായ ചില കാര്യങ്ങളുണ്ട്.
അതേക്കുറിച്ചാണ് ഇനി പരാമർശിക്കാനായി പോകുന്നത്. ആദ്യമേ നിങ്ങൾ ചെയ്യേണ്ടത് ആ കേടായ തുളസി പിഴുത് കളയുക എന്നുള്ളതാണ്. അതിൽ യാതൊരു വിധത്തിലും ദോഷമുള്ള കാര്യമല്ല. എന്നാൽ ആരും ചവിട്ടാത്ത ഇടത്ത് തന്നെ ഇത് ഉപേക്ഷിക്കേണ്ടതായിട്ടുണ്ട്. കുഴിച്ചിടുന്നതും ഉത്തമം തന്നെയാണ്. എന്നാൽ ജലത്തിൽ ഒഴുക്കി കളയുകയാണ് എങ്കിൽ അതും ശുഭകരം തന്നെയാക്കുന്നു. ഈ വഴികളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. രണ്ടാമത്തേതായ കാര്യം, ഉടനെ തന്നെ മറ്റൊരു തുളസി വളർത്തുകയും അവയെ ശരിയായ രീതിയിൽ പരിപാലിക്കുക എന്നുള്ളതാണ്. പുതിയത് വാങ്ങി നിങ്ങൾക്ക് നടാവുന്നതാണ്. നിങ്ങളുടെ വീട്ടിൽ മുറ്റത്ത് ഇപ്രകാരം നിങ്ങൾക്ക് വളർത്തുവാൻ സാധിക്കുന്നതുമാണ്. നിങ്ങളുടെ പ്രധാന വാതിലിന്റെ മുൻവശത്തായി തുളസി നട്ടു പരിപാലിക്കുക എന്നതാണ് മറ്റൊരു കാര്യം. അതായത് വീടിന്റെ പ്രധാന വാതിലിന് അഭിമുഖമായി നിങ്ങൾക്ക് നട്ട് വളർത്താവുന്നതാണ്. ഇപ്രകാരം ചെയ്യുന്നതിലൂടെ പലവിധ ഗുണങ്ങളുമുണ്ട്. തുളസിയിൽ തട്ടിയതായ കാറ്റ് നിങ്ങളുടെ വീടിനുള്ളിലേക്ക് പ്രവേശിക്കും എന്നുള്ളതാണ്. ഇതിലൂടെ പോസിറ്റീവായ ഊർജം ആ വീടുകളിൽ വിഹരിക്കുന്നതിന് സഹായകരമായി തീരും. തുളസി തറയുണ്ട് എങ്കിൽ ഏറ്റവും ഉത്തമം. അതിന് സാധിക്കാത്തവരാണ് എങ്കിൽ ഇപ്രകാരം ചെയ്യുക. ഇതിലൂടെ ആരോഗ്യം വർദ്ധിക്കുക, ശുദ്ധവായു വർദ്ധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. അതിനാൽ തുളസിത്തറയിൽ നാം ഇപ്രകാരം നട്ട് പരിപാലിക്കുന്നതും ഏറ്റവും ശുഭകരമാണ്. ഇനി തുളസിത്തറയില്ല എങ്കിൽ വീട്ടിലെ തുളസി ഈ തെറ്റുകൾ നിങ്ങളുടെ വീടുകളിൽ സംഭവിക്കുന്നു എങ്കിൽ തീർച്ചയായും അവ തിരുത്തേണ്ടത് തന്നെയാണ്. അതിൽ ആദ്യത്തേതായ കാര്യം, എണ്ണ തേച്ചുകൊണ്ട് ഇവയെ ഒരിക്കലും തുളസിയെ സ്പർശിക്കരുത് എന്നുള്ളതാണ്. എണ്ണ തേച്ച് കുളിക്കാനായി നിൽക്കുന്നതായ സാഹചര്യത്തിലോ അത്തരം സാഹചര്യങ്ങളിൽ ഒരിക്കലും തുളസിയെ സ്പർശിക്കാൻ പാടുള്ളതല്ല. നട്ടുച്ചയ്ക്ക് ഒരിക്കലും തുളസിയെ പറിക്കുവാൻ പാടുള്ളതല്ല. അല്ലെങ്കിൽ സന്ധ്യാസമയത്ത്, രാത്രി സമയങ്ങളിൽ തുളസിയെ സ്പർശിക്കുകയോ പറിക്കുകയോ ചെയ്യാൻ പാടില്ല എന്നാണ് പറയുക. അത് തീർച്ചയായും നിങ്ങൾക്ക് തുളസി ദേവിയുടെ അല്ലെങ്കിൽ സാക്ഷാൽ മഹാലക്ഷ്മി കോപത്തിന് അത് കാരണമായി തീരും എന്നുള്ളതാണ്. ചിലർ ശരീരശുദ്ധി ഇല്ലാതെ തന്നെ തുളസിയെ സ്പർശിക്കുന്നതായ അവസരവും അല്ലെങ്കിൽ തുളസിയെ പറിക്കുന്നതായ സാഹചര്യമോ വന്നു ചേരാം. അത്തരത്തിൽ നിങ്ങൾക്ക് സംഭവിക്കുന്നു എങ്കിൽ, നിങ്ങൾ ചെയ്യുന്നു എങ്കിൽ തീർച്ചയായും നിർത്തേണ്ടതായ ഒരു കാര്യം തന്നെയാകുന്നു. സൂര്യാസ്തമനത്തിന് ശേഷം മുൻപ് പരാമർശിച്ച പോലെ തന്നെ തുളസിയെ സ്പർശിക്കുകയോ അല്ലെങ്കിൽ തുളസിയെ പറിക്കുകയോ ചെയ്യരുത്. എന്നാൽ ഈ സമയം തുളസിക്ക് വിളക്ക് തെളിയിക്കുന്നത്, തുളസിത്തറയിൽ വിളക്ക് തെളിയിക്കുന്നത് ഏറ്റവും ഉത്തമമായ ഒരു കാര്യമാണ്. നിങ്ങൾക്ക് സർവ്വ ഐശ്വര്യം തന്നെ പ്രദാനം ചെയ്യും. പുലവാലായ്മ ഉള്ള സമയത്തും ആർത്തവമായിരിക്കുന്ന സമയത്തും തുളസിയെ സ്പർശിക്കുകയോ അടുത്തേക്ക് പോവുകയോ പാടില്ല എന്നാണ് പറയുക. കൂടാതെ കതിരോടുകൂടി പൊട്ടിച്ചെടുക്കണം എന്ന കാര്യവും ഓർക്കണം. കൂടാതെ നഖം കൊണ്ട് നിങ്ങൾ ഇറുക്കുവാൻ പാടുള്ളതല്ല. ആ കാര്യവും പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കൂടാതെ തുളസി വളർത്തുന്നതായ സ്ഥലത്ത് മലിനജലം വരാൻ പാടില്ല എന്ന കാര്യവും പ്രത്യേകം ഓർക്കണം. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങൾ തുളസിയെ പരിപാലിക്കുകയാണ് എങ്കിൽ അത് കൂടുതൽ ഉത്തമമായ ഫലം നിങ്ങൾക്ക് നൽകുക തന്നെ ചെയ്യും. കാരണം തുളസി എന്ന് പറയുന്നത് സാക്ഷാൽ മഹാലക്ഷ്മി ദേവി തന്നെയാണ്. അതിനാൽ ശരിയായ രീതിയിൽ നിങ്ങൾ പരിപാലിക്കുക.